ഹായ് ഗായ്സ്, ഞാൻ ഇപ്പോൾ ജർമ്മനിയിലാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ജർമ്മനിയിലല്ലേ ഭയങ്കര ഇതാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് ഏകദേശം ഒരു മാസം ആവാറായി. ഇതുവരെയായിട്ട് എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല. ഒരു ഒരു 500 ആപ്ലിക്കേഷൻസിലും ഞാൻ അയച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതുവരെയായിട്ട് എനിക്കൊരു ജോലി സെറ്റായില്ല. കാരണം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ ഓപ്പർച്യൂണിറ്റി കാർഡാണ് ജർമ്മനിയിലേക്ക് വന്നത്. അതിൽ ജർമ്മനിക്ക് വരുമ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡിന് A1 പാസ്സായാൽ മതി. ഞാൻ A2നെയും പാസ്സായിട്ടുണ്ട്, പക്ഷേ ഒരു കാര്യവുമില്ല. ഇവരിവിടെ ചോദിക്കുന്നത് B1 ഉണ്ടോ B2 ഉണ്ടോ എന്നാണ്. ഈ ജർമ്മൻസ് എന്ന് പറയുന്ന ആൾക്കാർ അവർ ഇംഗ്ലീഷിൽ യാതൊന്നും സംസാരിക്കില്ല. നമുക്ക് ജർമ്മൻ ഫ്ലുവൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ ജോലിക്ക് എടുക്കുള്ളൂ. ഈവൻ ഒരു കക്കൂസ് കഴുകാൻ പോലും അവർക്ക് എന്ത് വേണം? ജർമ്മൻ ഫ്ലുവൻസി വേണം. പിന്നെ B1 പാസ്സാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി കയറി വരാൻ നോക്കുന്നവർ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്നെങ്കിൽ B1 അല്ലെങ്കിൽ B2 പാസ്സായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല. കാരണം ഇവിടുത്തെ ജീവിത ചെലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മീറ്റ് ചെയ്ത് സ്വപ്നം കാണുന്നേക്കാൾ അപ്പുറമാണ്. നമുക്ക് ഷെയർഡ് അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എങ്ങനെ പോയാലും നമുക്കൊരു 60,000 70,000 രൂപയ്ക്ക് ഒരു മാസം ചിലവാകും. പിന്നെ നമ്മളൊരു വീട് പുതിയത് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് 1,00,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയധികം കാശ് കൊടുത്ത് നമ്മളിവിടെ നിൽക്കുമ്പോൾ പിന്നെ ജീവിക്കാൻ കുറച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അതിനും വരും ഒരു 100 യൂറോ, ഒരു ഏകദേശം 10,000 രൂപ. അപ്പോൾ ഇത്രയും കാശ് നമ്മൾ ചിലവാക്കിയിട്ട് ഇവിടെ പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ ഒന്ന് നോക്കി നോക്കി. അത് കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ നമ്മൾ കൊടുന്ന കാശ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അടുത്ത മാസം തൊട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു മാസം കഴിഞ്ഞ് ജോലി കിട്ടുന്നു. ഒട്ടുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 500ഓളം ആപ്ലിക്കേഷൻസ് അയച്ചിട്ട് ഒന്നും ശരിയായിട്ടില്ല. ആമസോണിൽ നിന്ന് വിളിച്ചു. അവർ പറഞ്ഞു എൻ്റെ ഒരു വർക്ക് വിസയിലേക്ക് മാറ്റി വന്നാൽ അവർ ജോലി തരാമെന്ന്. അതേപോലെ വേറൊരു കാര്യം പറയണത്, അതിങ്ങനെയാണ് കിട്ടുക. നമുക്ക് ഒരാൾ വർക്ക് നമുക്ക് തന്നാലല്ലേ അവർ വർക്ക് വിസയ്ക്കിട്ട് നമുക്ക് മാറ്റി കിട്ടാൻ പറ്റുള്ളൂ. അതും പറ്റില്ല. അപ്പോൾ അങ്ങനെ ആമസോണിൻ്റെ ജോലി പോയി. പിന്നെ അടുത്തത് കുറേ പാർട്ട് ടൈം നോക്കുന്നുണ്ട് കുട്ടികളെ നോക്കാൻ. പക്ഷെ അതൊന്നും സെറ്റാവണില്ല. അപ്പോൾ എന്താ പറയുക, പിന്നെ നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ ബേസ്, നമുക്ക് അവിടെ നാട്ടിലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരു ടീച്ചറായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ബേസിൽ ഇവിടെ കിട്ടിയാലാണ് നമുക്കത് വർക്ക് വിസയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് വർക്ക് വിസയിലേക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഡിഗ്രി അതേതാണോ ആ ബേസിൽ എന്തെങ്കിലും ജോലി കിട്ടണം. അപ്പോൾ അതൊക്കെ കിട്ടാൻ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാൽ കിട്ടുമോ എന്ന് ഉറപ്പില്ല. ഇപ്പോൾ ഒരു മാസമായിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ മാക്സിമം കയറി വരാതിരിക്കുക. പിന്നെ ഓപ്പർച്യൂണിറ്റി കാർഡിൽ കയറി വരുന്ന ആരായാലും, ഇനി ജർമ്മനിക്ക് വരുന്ന ആരായാലും B1 B2 പാസ്സായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. മാക്സിമം നമ്മൾ നന്നായി ലാംഗ്വേജ് സംസാരിക്കാൻ നമുക്ക് അറിഞ്ഞിട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ എന്നെപ്പോലെ ഇവിടെ വന്നിട്ട് പെട്ടുപോകും. ഓക്കെ, അപ്പോൾ ഇതൊന്നും അറിഞ്ഞാണ്ടാണോ പോയി എന്നൊക്കെ ചോദിക്കും. പറഞ്ഞിട്ടുണ്ടായിരുന്നു B1 വേണമെന്നൊക്കെ. അപ്പം ഞാൻ വെച്ച് എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് കയറി വന്നത്. പക്ഷേ ഇല്ല കേട്ടോ. B1 B2 ഒക്കെ പാസ്സായി നന്നായി സംസാരിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടുള്ളൂ. ഓക്കെ, ബൈ.